ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന കലാപത്തിന് പിന്നിൽ പാകിസ്ഥാൻ ജമാഅത്ത് അനുകൂലികളാണെന്ന വാദം ശക്തമാവുകയാണ്. ഒസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്ന് പാകിസ്ഥാന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണയുള്ള തീവ്രവാദികൾ അഴിച്ചുവിട്ട അക്രമം ഫെബ്രുവരിയിലെ തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാനുള്ള ബോധപൂർവമായ തന്ത്രമാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. മുഹമ്മദ് യൂനുസിന്റെ ഇടക്കാല സർക്കാരിന്റെ പരാജയങ്ങൾ മറച്ചുവെക്കാൻ ഇന്ത്യയെ ഒരു ബലിയാടായി ഉപയോഗിക്കുകയാണെന്നും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കാൻ കലാപകാരികൾ ശ്രമിക്കുകയാണെന്നും വിദഗ്ധർ പറയുന്നു. അതേസമയം രാജ്യത്തെ സാഹചര്യം നിയന്ത്രിക്കുന്നതിൽ യൂനുസ് ഭരണകൂടം പരാജയപ്പെട്ടാൽ ബംഗ്ലാദേശ് സൈന്യം വീണ്ടും ഇടപെടാൻ നിർബന്ധിതരായേക്കുമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. ബംഗ്ലാദേശിലെ ഇന്ത്യൻ നയതന്ത്ര സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് നേരെ തീവ്രവാദികളുടെ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഇന്ത്യ അതീവ ജാഗ്രതയിലാണെന്ന് ഉന്നതതല വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച തീവ്രവാദികളുടെ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ പരസ്യമായി ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നതിൽ ധാക്ക കലാപകാരികളുടെ കൈകളിലായി എന്നതിനും തെളിവാണ്. ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ഇന്ത്യയുടെ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്.